കേരളത്തിന് അനുവദിച്ച 4 പുതിയ ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫാണ്. തിരുവനന്തപുരം താമ്പരം അമൃത് ഭാരത്, തിരുവനന്തപുരം ഹൈദരാബാദ് അമൃത് ഭാരത്, നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത്, ഇവയ്ക്ക് പുറമെ ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫും മോദി നിർവഹിക്കും. അമൃത് ഭാരത് ട്രെയിനിൽ നിന്നാണ് ഏഞ്ചൽ മേരി മാത്യു നമുക്കൊപ്പം ചേരുന്നത്. PG, കേരളത്തിന് കിട്ടിയ പുതിയ 2 അമൃത് ഭാരത് എക്സ്പ്രസിന് നടുവിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കിപ്പോൾ കാണുന്നത്, ഞാൻ കാണിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് താമ്പരത്തിലേക്ക് പുറപ്പെടുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് ആണ്. അലങ്കരിച്ച് മനോഹരമായി തന്നെയൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഫ്ലാഗ് ഓഫ് കർമ്മത്തിനായി. PG സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പുതിയ ശ്രേണിയിലുള്ള ട്രെയിനുകളാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. വന്ദേ ഭാരതിന് സമാനമാണ്. നമ്മുടെ ഈ കളർ പാറ്റേൺ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വന്ദേ ഭാരതിന് സമാനമാണ് ഇതിന്റെ കളർ പാറ്റേൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസിനുള്ളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, മനോഹരമായ കോച്ചുകളാണ് അമൃത് ഭാരത് എക്സ്പ്രസിൽ ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാത്രാ സൗകര്യത്തിന്, യാത്രാ ചെലവ് കുറയുമ്പോഴും യാത്രാ സൗകര്യത്തിന് ഒട്ടും വിട്ടുവീഴ്ച ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ഈ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും പുതിയ ശ്രേണിയിലുള്ള ട്രെയിനാണ് അമൃത് ഭാരത് എക്സ്പ്രസ്. പൂർണ്ണമായിട്ടും നോൺ AC കോച്ചുകളാണ് ട്രെയിനിലുള്ളത്. ഈ അതിവേഗ യാത്ര സാധ്യമാക്കുന്നതിന് വേണ്ടി 110-130 കിലോമീറ്റർ വേഗത്തിലായിരിക്കും ഈ ട്രെയിനുകൾ സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ അതിവേഗത്തിലുള്ള യാത്രയ്ക്കായി പുഷ്പുൾ സാങ്കേതിക വിദ്യയാണ് ഈ അമൃത് ഭാരത് എക്സ്പ്രസിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ കുലുക്കം കുറയ്ക്കാനായിട്ടൊക്കെ സെമി പെർമനന്റ് കംപ്ലറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എയർ സ്പ്രിംഗ് ബോഗികൾ, അതായത് യാത്ര സംബന്ധിച്ച ആഘാതമൊക്കെ പരമാവധി കുറയ്ക്കുന്ന തരത്തിലുള്ള എയർ സ്പ്രിംഗ് സസ്പെൻഷൻ ബോഗികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സീറ്റുകൾ നമുക്ക് കാണാം, കുഷ്യൻ സീറ്റുകൾ ഒക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. ഒരു വിധത്തിലും യാത്രാ സൗകര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇവിടെ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PG, യാത്ര ചെയ്യുന്ന സമയത്ത്, ദീർഘദൂര ട്രെയിനുകളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, പലപ്പോഴും ഈ ജനറൽ സ്ലീപ്പർ കോച്ചുകളിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ട് പറയുന്നത് ടോയ്ലറ്റുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പക്ഷേ അമൃത് ഭാരത് എക്സ്പ്രസിലെ ടോയ്ലറ്റുകൾ വന്ദേ ഭാരത് എക്സ്പ്രസിന് സമാനമായി തന്നെ ബയോ വാക്വം ടോയ്ലറ്റുകളാണ്. അതായത് വൃത്തി സംബന്ധിച്ചുള്ള ആശങ്കകളൊന്നും തന്നെ വേണ്ട. അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള വാഷ് ബേസിനുകളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇനി കോച്ചുകളിലേക്ക് വരികയാണെങ്കിൽ, അതായത് ഓരോ സ്ലീപ്പർ കോച്ചുകളിലേക്കും വരികയാണെങ്കിൽ എല്ലാവിധത്തിലുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതായത് മൊബൈൽ ഹോൾഡർ ഒരുക്കിയിട്ടുണ്ട്, റീഡിംഗ് ലൈറ്റ് ഒരുക്കിയിട്ടുണ്ട്, മികച്ച യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, CCTVകൾ ഒരുക്കിയിട്ടുണ്ട്. അതായത് സുരക്ഷ സംബന്ധിച്ചിട്ടുള്ള ആശങ്കകളൊന്നും തന്നെ വേണ്ട എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് എല്ലാ വിധത്തിലുമുള്ള യാത്രാ സൗകര്യം ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് അമൃത് ഭാരത് എക്സ്പ്രസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.